ഇൻസ്റ്റയിൽ എവിടെ നോക്കിയാലും കുംഭമേളയ്ക്ക് വന്ന ആളുകളുടെ തിരക്കാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും തിരക്കില്ലാണ്ട് കാണാൻ പറ്റില്ലേ? ബട്ട് നമുക്ക് തീർച്ചയായിട്ടും പറ്റും. ഈ വീഡിയോ കംപ്ലീറ്റ്ലി പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ അവിടെ തിരക്കില്ലാണ്ട് എത്താം, കൃത്യമായിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം ആസ്വദിച്ച് തിരിച്ചു വരാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ കേരളത്തിൻ്റെ ഏത് മൂലയിൽ നിന്ന് വരുന്ന ആളാണെങ്കിലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. വിശദമായിട്ട് തന്നെ ഇതിൻ്റെ റൂട്ട് മാപ്പ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ആദ്യം കുംഭമേള എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇതാണ് തിരുനാവായ ക്ഷേത്രം. ക്ഷേത്രത്തിനോട് ചേർന്ന വഴി വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നത്. ഭാരതപ്പുഴയുടെ നടുക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ കുംഭമേള നടക്കുന്നത്. ഏതൊരു പുഴയുടെയും നടുക്ക് വരാനായിട്ട് രണ്ട് കരകൾ ഓൾറെഡി രണ്ട് സൈഡിലായിട്ടുണ്ട്. അതായത് ഇവിടെ പറയുകയാണ് അമ്പലത്തിൻ്റെ വഴിയും വരാം, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് കരയിലൂടെയും നമുക്ക് വരാൻ പറ്റും. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമുക്ക് ഓപ്പോസിറ്റ് കരയിലൂടെ എങ്ങനെ വരാം എന്നുള്ളതാണ്. കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്നോ തെക്ക് ഭാഗത്തു നിന്നോ വരുന്നവർ ട്രെയിനിനാണ് വരുന്നതെങ്കിൽ തിരുനാവായ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ പോലും അവിടെ ഇറങ്ങാതെ തിരൂർ വന്നിറങ്ങുക. തിരൂർ വന്നിറങ്ങിയ ശേഷം നമുക്ക് പൊന്നാനി ബസ് കയറിയിട്ട് നിങ്ങൾ എത്തിച്ചേരേണ്ട സ്ഥലം ചമ്രവട്ടം ബ്രിഡ്ജ് ജംഗ്ഷനാണ്. ഒന്നോർക്കുക, തിരൂരിൽ നിന്ന് ബസ് കയറുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചമ്രവട്ടം പാലം കടന്നതിന് ശേഷമാണ് ഈ ജംഗ്ഷൻ വരുന്നത്. അതെപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. അവിടെ നിന്നും തവനൂർ ബസ് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിളയുടെ തീരത്ത് എത്താവുന്നതാണ്. ഇതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള വഴി. എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ ബസ്സുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം നൽകും. ഈ ബസ്സിന് വരാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം എത്തേണ്ടത് പൊന്നാനിയാണ്. പൊന്നാനിയിലെത്തിയ ശേഷം അവിടെ ഒന്ന് തവനൂർ ബസ് കയറി കഴിഞ്ഞ് നേരെ നിളയുടെ തീരത്ത് എത്താവുന്നതാണ്. ഒന്നോർക്കുക, പൊന്നാനിയിൽ നിന്ന് വരുന്നവർ ഒരിക്കലും ചമ്രവട്ടം പാലം കടക്കേണ്ടതില്ല. പാലം കടക്കുന്നതിന് മുന്നെയാണ് ബ്രിഡ്ജ് ജംഗ്ഷൻ വരുന്നത്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, പലരും മലപ്പുറത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള പല ധാരണകളും ഉണ്ട്. ആ അമ്പലത്തിന് ചുറ്റും മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകളാണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് അവർ യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാക്കില്ല. നിങ്ങളോട് അവർ വളരെയധികം സ്നേഹത്തോടെ പെരുമാറുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരോട് ചോദിക്കാം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും നല്ല ബസ് ജീവനക്കാർ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് ഞാൻ ഗ്യാരണ്ടി തരികയാണ്, 100%. അത് സത്യമാണ്. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാട്ടിലുള്ളൊരു വിശ്വാസമാണത്. അതുകൊണ്ടാണ് പറയുന്നത്. പാനിക്കാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ സേഫാണ്, സെക്യൂറാണ്. കേരളത്തിലെ എവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി ഇത്രയും കിട്ടുമോ അത് മലപ്പുറം ജില്ലയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എത്ര കമൻറ്റ് വന്നാലും ഞാൻ ഇനിയും എൻ്റെ ഉറക്കം കളഞ്ഞിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അടുത്ത മാസം 3-ാം തീയതി വരെയാണ് കുംഭമേള നടക്കുന്നത്. നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർ നിർബന്ധമായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കുക. അല്ലാത്തവർ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക.